ബിസിനസ് പ്ലാനിങ്ങിനുള്ള ഒരു കിടിലൻ ടൂളാണ് ഫ്ലെക്സിബിൾ ബജറ്റ്. നമുക്ക് നോക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ പ്രൊഡക്ഷൻ പ്ലാൻ മാറുമ്പോൾ ബഡ്ജറ്റ് മാറിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സ്റ്റാറ്റിക് ബജറ്റുകൾ ഒരേ ലെവലിൽ ഉറച്ചുനിൽക്കും. ബിസിനസ് മാറുമ്പോൾ ഇത് ശരിയാവില്ല, അല്ലേ? അപ്പോൾ എന്താണിതിന് പരിഹാരം? നമുക്ക് വേണ്ടത് സാഹചര്യത്തിനനുസരിച്ച് മാറുന്ന ഒരു ബജറ്റാണ്. അതാണ് ഫ്ലെക്സിബിൾ ബജറ്റ്. യഥാർത്ഥ പ്രൊഡക്ഷൻ ലെവലിനനുസരിച്ച് ഇത് ചെലവുകൾ ക്രമീകരിക്കും. ഒരു ഫ്ലെക്സിബിൾ ബജറ്റ് ഉണ്ടാക്കാൻ ആദ്യം നമ്മൾ ചെലവുകളെ മനസ്സിലാക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിലൊന്നാണ് വേരിയബിൾ കോസ്റ്റ്, അതായത് പ്രൊഡക്ഷൻ കൂടുന്തോറും ഈ ചിലവും കൂടും. രണ്ടാമത്തത് ഫിക്സഡ് കോസ്റ്റ്. പ്രൊഡക്ഷൻ എത്ര മാറിയാലും വാടക പോലെ ഇവ സ്ഥിരമായിരിക്കും. ശരി, ഒരു വേരിയബിൾ കോസ്റ്റ് പുതിയൊരു പ്രൊഡക്ഷൻ ലെവലിലേക്ക് എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. നമുക്ക് മെയിൻ്റനൻസ് ചെലവൊന്ന് ക്രമീകരിച്ചു വാക്കാം. കണക്കനുസരിച്ച് 60% കപ്പാസിറ്റിയിൽ മെയിൻ്റനൻസ് ചെലവ് 8400 രൂപയാണ്. അപ്പോൾ കപ്പാസിറ്റി 70% ഈ ചെലവ് എത്രയാകും? ആദ്യം ഒരു ശതമാനത്തിന്റെ നിരക്ക് കാണുക, എന്നിട്ട് പുതിയ ലെവലുമായി ഗുണിക്കുക. ഉത്തരം 9800 രൂപ. ഇനി അടുത്തത് നോക്കാം. ഇത്തവണ ഇൻഡയറക്റ്റ് ലേബറാണ്. ഇവിടെ 60% കപ്പാസിറ്റിയിൽ ഇൻഡയറക്റ്റ് ലേബർ ചെലവ് 12600 രൂപയാണ്. ഇനി കപ്പാസിറ്റി 50% കുറഞ്ഞാലോ? അപ്പോഴത്തെ ചെലവ് എത്രയായിരിക്കും? കണക്കുകൂട്ടാൻ അതേ രീതി ഉപയോഗിക്കാം. അപ്പോൾ കിട്ടുന്ന പുതിയ ബജറ്റ് 10500 രൂപയാണ്. ഇങ്ങനെ എല്ലാ വേരിയബിൾ കോസ്റ്റും ക്രമീകരിച്ചാൽ നമുക്കൊരു ഫുൾ ഫ്ലെക്സിബിൾ ബജറ്റ് റെഡിയാക്കാം. ഇവിടെ നോക്കൂ, വേരിയബിൾ ചിലവുകൾ മാറുന്നു, പക്ഷേ ഫിക്സഡ് ചിലവുകൾക്ക് മാറ്റമില്ല. ഇതാണിതിന്റെ പ്രത്യേകത. അപ്പോൾ എന്തിനാണ് ഇത്ര പ്രാധാന്യം? കാരണം ഇത് മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും. സ്റ്റാറ്റിക് ബജറ്റിനു പകരം ഫ്ലെക്സിബിൾ ബജറ്റ് ഉപയോഗിക്കുന്നത് ഒരു മാനേജറുടെ തീരുമാനങ്ങളെ എങ്ങനെ മാറ്റും?